അവസാന ദിവസമായി ഇന്ന് കെ സുരേന്ദ്രനെ കാഞ്ഞിരപ്പള്ളി ടൗണിൽ എത്തിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ CPM സ്ഥാനാർത്ഥികൾ മാത്രം പ്രചരണം നടത്തിയാൽ മതി എന്ന് ഉറക്കെ ആക്രോശിക്കുന്നുണ്ട്. വളരെ മോശമായ ഭാഷകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശ നിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ആവേശം സംഘർഷങ്ങളിൽ കലാശിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് നേരെ ആക്രമണം ഉണ്ടായി. വളരെ പണിപ്പെട്ടാണ് പോലീസ് കെ സുരേന്ദ്രന്റെ വാഹനം അവിടെ നിന്ന് കടത്തിവിട്ടത്. കെ സുരേന്ദ്രന് പുറകെ വന്ന വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പല ഇടങ്ങളിലും സംഘർഷങ്ങളിലേക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങളായി മാറുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് കേരളത്തിലെ കൊട്ടിക്കലാശം. ഈ സാഹചര്യത്തിലാണ് സുരേന്ദ്രന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ വരുന്നത്. സംഭവം ഇങ്ങനെയാണ്. സുരേന്ദ്രന് നേരെ CPM ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ കെ സുരേന്ദ്രൻ്റെ വാഹനം LDF പ്രവർത്തകർ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ വിടില്ല എന്നുള്ളതാണ്. ഇവിടെ പോലീസ് നോക്കി നിൽക്കുകയാണ്. യാതൊന്നും ചെയ്യാതെ പോലീസ് വെറും നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ കെ സുരേന്ദ്രൻ്റെ പ്രചാരണത്തിൻ്റെ പര്യവസാനത്തിനായി കാഞ്ഞിരപ്പള്ളിയിലെത്തിയ കെ സുരേന്ദ്രൻ്റെ വാഹനം ഇവിടെ LDF പ്രവർത്തകർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ പോലീസ് ഇവിടെ നോക്കി നിൽക്കുകയാണ്. അവരിവിടെ വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ച് വാഹനം കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏകദേശം ഒരു 10-200ഓളം DYFI പ്രവർത്തകർ, CPM പ്രവർത്തകർ, CPI പ്രവർത്തകരൊക്കെയാണ് ഇവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ CPM മാത്രം ഇവിടെ കലാശക്കൊട്ട് നടത്തിയാൽ മതി, BJP നടത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അസഭ്യം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവരിവിടെ വാഹനം. ഇത് നമുക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് നമുക്ക് ആൾക്കാരെ കാണുകയും ചെയ്യാം.